നന്ദി എൻ്റെ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നതിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എൻ്റെ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എൻ്റെ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ പാടിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്നെ പാടിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി ഊരിനുൾ താഴ്വര അതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ഊരിനുൾ താഴ്വര അതിലുമെന്നെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ. നന്ദി എൻ യേശുപരാ. നന്ദി എൻ ഒരിക്കൽ കൂടെ എല്ലാവരെയും വന്ദന ചൊല്ലുന്നു. 2023 നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് മഹത്വം അർപ്പിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനചിന്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. തുടർമാനമായി നാം ചിന്തിച്ചു വരുന്ന വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 74-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം തുടർമാനമായി ഈ ഭാഗം പഠിച്ചു വരികയാണ്. നിത്യശൂന്യതയിൽ വെക്കുന്ന ദൈവത്തിന്റെ കാൽപാദം എന്ന തലക്കെട്ടോടുകൂടെ തുടർമാനമായ പഠനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ രൂപപ്പെടുത്തുകയും ക്രമീകരിക്കപ്പെടേണ്ട മേഖലകളെ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശദമായി ഇന്നലകളിൽ സംസാരിച്ച ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവത്തിന്റെ അവകാശ ഗോത്രം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം, ആ ദൈവജനത്തെ ശത്രു മുടിച്ച്, ശത്രു തകർത്ത് നിത്യശൂന്യമായി ദേശവും ജനവും ആകത്തക്ക വിധത്തിൽ
ശത്രു തന്റെ അധികാരത്തിന്റെ കൊടി വെച്ച് ആലയം നശിപ്പിച്ച് ദേശത്തു നിന്ന് ചിതറപ്പെട്ട അനുഭവത്തിന്റെ മധ്യത്തിൽ പ്രാർത്ഥനയോടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലൊടി വെക്കണമേ. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ശൂന്യത മാറാൻ ദൈവത്തിന്റെ പാദം ചവിട്ടിയാൽ മാത്രമേ കഴിയുകയുള്ളൂ. അനുഭവിക്കപ്പെടുന്ന സമസ്ത ശൂന്യങ്ങൾക്കും പരിഹാരം മറ്റൊന്നുമില്ല, ദൈവത്തിന്റെ പാദം അതിനകത്ത് വെക്കണം. ഏത് മേഖലകളിൽ ശൂന്യത അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകലും ദൈവത്തിന്റെ കാലടി ആ വിഷയത്തിൽ വെച്ചാൽ, ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിച്ചാൽ ശൂന്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് അനുഭവിച്ചറിഞ്ഞ് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് മകൾ സ്തോത്രം ചെയ്യാൻ മടിക്കരുത്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശൂന്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ശൂന്യങ്ങൾക്ക് പരിഹാരം ലഭിക്കപ്പെട്ടത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ അല്ല. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നിട്ടുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തിന് നല്ല മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൂന്യതയുടെ കാരണം എന്തെന്ന് നമ്മൾ പഠിച്ചു. പാപവും അകൃത്യവുമാണ്. ശൂന്യത മാറാൻ പാപം ഏറ്റുപറയണം, നിർമ്മലീകരണം സംഭവിക്കണം. എഗസ്കേൽ 36-33 മുതൽ നമ്മൾ പഠിച്ചു. രണ്ടാമതായി നമ്മൾ പഠിച്ചത് യോവേൽ പ്രവചനം 2-ാം അധ്യായവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ കരച്ചിലോടും ഉപവാസത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിലേക്ക് തിരിഞ്ഞു വരിക. സ്തോത്രം. പ്രാർത്ഥനയോടെ കരച്ചിലോടെ മടങ്ങി വരിക എന്നുള്ളതാണ്. നാം അത് വിശദമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. ഞാനിത് ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ് ശൂന്യതയ്ക്ക് പരിഹാരമായി ചെയ്യേണ്ടത്? യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പുരാതന ശൂന്യങ്ങൾ പണിയപ്പെടാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. 58-ാം അധ്യായം മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ട്. ഞാൻ എല്ലാം വിശദമാക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു തുടങ്ങി. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. എന്താണ് ഉപവാസം? ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു തുടങ്ങി. അല്പം മുൻപോട്ട് വേഗം 1-2 കാര്യം പറയാം. സ്തോത്രം. എന്താണ് ഉപവാസം? കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഓർപ്പിച്ചു. 58-ാം അധ്യായത്തിൽ സ്തോത്രം 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ എന്താ ഉപവാസം? എനിക്കിഷ്ടമുള്ള ഉപവാസം എന്താണ്? തലയെ വേഴത്തെ പോലെ കുനിക്കുന്നതാണോ? രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുന്നതാണോ? ഇതിനാണോ ഈ ഉപവാസം എന്ന് പറയുന്നത്? എന്നാൽ അതല്ല യഥാർത്ഥത്തിൽ ഉപവാസം. അത് 6-ാം വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാം നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. എന്താണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. അന്യായ ബന്ധനങ്ങൾ ഞാൻ പറഞ്ഞു, നാം തന്നെ വെച്ച് കെട്ടിയ ചില ബന്ധനങ്ങളുണ്ട്. അന്യായമായത്, ഒന്നുകൂടെ പറഞ്ഞാൽ ന്യായമല്ലാത്തത് മുഴുവൻ മാറ്റണം. ഒന്നുകൂടെ പറയാം, നമ്മുടെ കരം ശുദ്ധമായിരിക്കണം, നമ്മുടെ നന്മ ശുദ്ധമായിരിക്കണം. ശ്രദ്ധിക്കണേ, നമുക്ക് ലഭിക്കപ്പെട്ടത് മുഴുവൻ ശുദ്ധമായിരിക്കണം. ഒന്നുകൂടെ പറയാം, ദൈവഹിതമല്ലാത്തതൊന്നും നമ്മിൽ ഉണ്ടാകരുത്, അന്യായമായതൊന്നും നമ്മിൽ കാണരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ന്യായമല്ലാത്തത് കയ്യിലുണ്ടെങ്കിൽ ശൂന്യങ്ങൾ പണിയപ്പെടില്ല. ശൂന്യങ്ങൾ പണിയപ്പെടണമെങ്കിൽ ന്യായമല്ലാത്തതൊക്കെ ഉപേക്ഷിക്കണം. അന്യായ ബന്ധനങ്ങളെ, ഇതൊക്കെ നമ്മൾ വായിക്കും. നമ്മൾ ചിന്തിക്കുന്നത് അന്യായ ബന്ധം എന്ന് പറഞ്ഞാൽ പിശാച് കെട്ടിയ അല്ല. ഞാൻ പറഞ്ഞു, നമ്മൾ കെട്ടിയതാ, നമ്മൾ തന്നെ കെട്ടിയതാ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആമേൻ. സ്തോത്രം. ആമേൻ. ലാസറിനെ കെട്ടിയ കയർ എന്ത് ചെയ്യണം? കെട്ടിയവർ തന്നെ അഴിക്കണം. കല്ല് മാറ്റാനും കെട്ടഴിക്കാനും കർത്താവിന് കഴിയും. പക്ഷെ ആര് കല്ലുരുട്ടി വെച്ചോ അവര് കല്ല് മാറ്റണം, ആര് കെട്ടിയോ അവരഴിക്കണം. നിങ്ങൾക്ക് പറ്റാത്തത് ജീവൻ കൊടുക്കാനാ. ജീവൻ കർത്താവ് കൊടുക്കും, പക്ഷേ അഴിക്കേണ്ടത് നമ്മൾ അഴിക്കണം. ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം, അന്യായമായതിനെ മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. ആവശ്യമില്ലാതെ വെച്ചുകെട്ടുണ്ടാക്കരുത്. ഒന്നുകൂടെ ഞാൻ പറയാം, ആവശ്യമില്ലാത്ത വെച്ചുകെട്ട് നമ്മൾ തന്നെ ബന്ധിക്കരുത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ വാക്കുകൾ കൊണ്ടും
നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും വെറുതെ നമ്മെ തന്നെ എന്ത് ചെയ്യരുത്, ബന്ധിക്കരുത്. ഞാൻ ഒരിക്കലും പറഞ്ഞതാ, മരുഭൂമിയിൽ ഞങ്ങളെ മരിപ്പാനാണ് കൊണ്ടുവന്നത്. അങ്ങനെ വായിച്ചേ. മിസ്രൈമിൽ ശവക്കല്ലറ ഇല്ലാഞ്ഞിട്ടാണോ, ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ മരിപ്പാൻ ഞങ്ങളെ മരുഭൂമിയിലേക്ക്? അവരുടെ വാക്ക് അതുപോലെ പിടിച്ചല്ലേ. കണ്ടോ, മരുഭൂമി എന്തായി മാറി? ശവക്കുഴിയായി മാറി. കണ്ടോ, വാക്കുകൾ വാക്കുകൾ ശ്രദ്ധിക്കണം. അന്യായമായി പറയരുത്, ആവശ്യമില്ലാതെ കയറി പറയരുത്, ആർക്കും വേദന ഉണ്ടാക്കുന്നത് പറയരുത്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കരുത്, അവർ നമ്മെ കുറിച്ച് ദുഃഖിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പോകട്ടെ, നിങ്ങളെ ഞാൻ അങ്ങനെ ഈ വർഷാവസാനം വേദനിപ്പിച്ച് ഒത്തിരി വേദനിപ്പിക്കുന്നില്ല. അതെ, സ്തോത്രം. ശ്രദ്ധിക്കണേ, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. അടുത്തത്, നുകത്തിന്റെ അമിക്കയറ് അഴിക്കണം. നുകത്തിന്റെ അമിക്കയറ്, നുകം അറിയാലോ. അമേൻ അമേൻ ആമേൻ അമേൻ ഉഴുതുന്ന കാളകളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മുകളിൽ വെച്ച് വെട്ടുന്നതാണ് നുകം. ഈ നുകം വെച്ചിട്ട് തല പൊക്കാൻ പറ്റുന്നില്ല. ഒറ്റ വാക്യം മനസ്സിലാക്കാൻ പറഞ്ഞ, മറ്റുള്ളവന് തലമണ്ടയ്ക്ക് വെച്ചേക്കുന്ന നുകത്തിന്റെ കയറല്ല. ഹലോ, മറ്റുള്ളവൻ പൊങ്ങാതിരിക്കാൻ, മറ്റുള്ളവർ ഉയരാതിരിക്കാൻ നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നുകമെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നുകം അഴിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവൻ തല പൊക്കാതിരിക്കാൻ നമ്മൾ വെച്ച് കെട്ടിയേക്കുന്ന സകല നുകവും, മറ്റുള്ളവന്റെ മനസ്സിനകത്ത് കയറ്റി വെച്ച നമ്മൾ നിമിത്തം ഉണ്ടാക്കിയ ഭാരം, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വിഷയമുണ്ടല്ലോ, നമ്മൾ അതിനെ അഴിക്കണം. ഒറ്റ ചുരുങ്ങമായി പറഞ്ഞാൽ, നമ്മൾ നിമിത്തം ആർക്കെങ്കിലും ഭാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഭാരം മാറ്റണം. വിശദമാക്കുന്നില്ല. എന്നിട്ട് പറയുന്നു, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പിടിച്ചു വെച്ച ചിലത് നമ്മൾ നിന്ന് മോചനം പ്രാപിക്കപ്പെടാണ് ചെയ്യുന്നത്. ഒത്തിരി വിശദമാക്കണ്ട കേട്ടോ, ഒറ്റ വാക്കിൽ പറഞ്ഞു വിടുക. സ്തോത്രം. നമ്മൾ പിടിച്ചു വെച്ചേക്കുന്ന ചിലത്, നമ്മൾ നിമിത്തം ബന്ധിക്കപ്പെട്ടു പോയ ചിലത്, നമ്മുടെ വാക്കുകൊണ്ട് ഒതുങ്ങിപ്പോയ ചിലതിനെ സ്വതന്ത്രമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, അപ്പൊ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാ, ശക്തനായി നിന്ന ഏലിയാവിനെ പോലും ഒന്ന് ഒതുക്കാൻ ഇസബേലിന് പറ്റി. ഒരു മുറിക്കകത്ത് കയറ്റി ഒതുക്കാൻ, ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒതുക്കാൻ, അവൻ ചൂരച്ചെടുത്തണലിൽ ഒതുക്കാൻ ആർക്ക് പറ്റി? ഇസബേലിന് പറ്റി. നമ്മുടെ വാക്കാണ് ചിലർ അകത്ത് കയറി ഇരിക്കുന്നതെങ്കിൽ, ചിലരെ ആത്മീകം നഷ്ടപ്പെട്ടതെങ്കിൽ, ചിലരെ ഒതുക്കി കളഞ്ഞതെങ്കിൽ, ഇന്ന് പകൽ അവരെ സ്വതന്ത്രരാക്കണം. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവരെ സ്വതന്ത്രരാക്കണം. ഒരു കാര്യം പറയാം, നമ്മൾ പറഞ്ഞ് ഒതുക്കി നമ്മൾ എന്നിട്ട് സ്വതന്ത്രമായി നടക്കുക. നമ്മൾ നിമിത്തം ചിലർ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ചിലരുടെ ആരാധനയ്ക്ക്, ചിലരുടെ പ്രാർത്ഥനയ്ക്ക്, ചിലരുടെ ആത്മീയ അനുഭവങ്ങൾക്ക് നമ്മുടെ വാക്കുകൾ മുഖാന്തരമായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ അവരെ സ്വതന്ത്രരാക്കണം. ഇല്ലാതെ കരമടിച്ച് ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് പറഞ്ഞാൽ വിടുതൽ കിട്ടില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിടുതൽ ലഭിക്കില്ല. തീ പോലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ തീ എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ, ഏലിയാവേ, നീ പ്രാർത്ഥിക്കുമ്പോൾ തീ ഇറങ്ങണമെങ്കിൽ ഈ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പുതുക്കി പണിയണം. അല്ലെ, അവിടെ വായിക്കുന്നത് 12 ഗോത്രത്തിനനുസരിച്ച് 12 കല്ലെടുത്തു. അന്നൊക്കെ നോക്കിയാൽ വിഭാഗം നടന്നുകൊണ്ടിരിക്കുക, 10 2 മാറ്റിയിട്ടിരിക്കുക. പക്ഷേ ഏലിയാവ് പറയും, തീ ഇറങ്ങണമെങ്കിൽ ഇവിടെ വിഭാഗീയത പറ്റത്തില്ല, ഇവിടെ ഗ്രൂപ്പ് പറ്റത്തില്ല. 12 കല്ലു ഒന്നിച്ച് എടുത്തു വെച്ച ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠം പുതുക്കി പണിത് ദൈവം പറഞ്ഞതുപോലെ മൃഗത്തെ അറുത്ത് മാറ്റിയെങ്കിൽ ക്രമീകരണം പോലെ ദൈവ നിയമം അനുസരിച്ച്, വ്യവസ്ഥ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ തീ ഇറങ്ങുന്നുള്ളൂ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, പലരുടെയും വിടുതലിന് തടസ്സം, പലരുടെയും നന്മയ്ക്ക് തടസ്സം നമ്മൾ തന്നെ വെച്ചു കെട്ടിയതാ. ഒന്നുകൂടെ പറയാ, പല ശൂന്യതയുടെയും പിൻപിൽ പിശാചല്ല, മനുഷ്യരല്ല, നമ്മളാണ്. ഇന്ന് പകൽ ചിലതിനെ സ്വതന്ത്രരാക്കണം, ചിലതിനെ അടിച്ചുവിടണം, ചിലതിന്മേൽ ദൈവത്തിന്റെ കരത്തിനായി സമർപ്പിക്കണം. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം,
എനിക്കിത് ഇഷ്ടമുള്ള ഉപവാസം അതാണ്. അപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞ ആ ഭാഗം വിടുക, ഒത്തിരി ഉണ്ട് കേട്ടോ. അബേ സ്തോത്രം. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഒത്തിരി താഴോട്ട് ഇറങ്ങി. അബേ സ്തോത്രം. 9-ാമത്തെ വാക്യം 58:9. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി ചെയ്യും. അടുത്തത് നുകവും വിരൽ ചൂണ്ടുന്നതും. എന്താ അതും വിളിക്കാം നമ്മള്. മറ്റുള്ളവർ നേരെ മറ്റുള്ളവർ നേരെ വിരൽ ചൂണ്ടാൻ. ഒരു കാര്യം ഞാൻ പറയും, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ഒരു നിങ്ങളുടെ നേരെ ചൂണ്ടി സംസാരിക്കുമ്പോൾ സാധാരണ പറയുന്ന നാട്ടിൽ തള്ളവെള്ളം മേളോട്ടാ, ദൈവസ്ഥലോട്ടാ, ദൈവത്തിന്റെ അടുക്കലോട് ചെല്ലുക. 3 വിരല് ഓർത്തോണം വേണം. മറ്റുള്ളവരൊക്കെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ ഓർത്തോണം. മറ്റുള്ളവർ നേരെയൊക്കെ മറ്റുള്ളവരെ ഇങ്ങനെ പറയുമ്പോൾ ഓർത്തോണം, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. നുകവും വിരൽ ചൂണ്ടുന്നതും. ഇത് ഞാൻ പറഞ്ഞല്ലേ, വേദോസ്തല വാക്യ. നുകവും വിരൽ ചൂണ്ടുന്നതും. അടുത്തത് വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയണം. കേട്ടോ, അവൻ നിന്റെ നടുവിൽ നിന്ന് നീ എന്ത് ചെയ്യണം? നീക്കണം. ആ പുരാതന ശൂന്യങ്ങൾ പണിയപ്പെടണമെങ്കിൽ സ്തോത്രം വഷളത്വം സംസാരിക്കുന്നതും. ഒന്നും വിശദമാക്കുന്നില്ല, പറഞ്ഞു പോകാം. നുകം, പിന്നെ വിരൽ ചൂണ്ടുന്നത്. നമുക്ക് ഭയങ്കര മിടുക്കാം. സ്തോത്രം. സ്വന്തം കണ്ണിലേക്ക് കോലെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലേക്ക് കാരണം അവിടെ നിന്ന് നിന്റെ കണ്ണിൽ എന്തിരിക്കുന്നു, അത് 10 പേരോട് പറയാൻ മാറ്റി നിർത്തി വിരള ചൂണ്ടി പറയാൻ ഭയങ്കര മിടുക്കാം. നിങ്ങളതൊക്കെ ഈ ശൗല് പട്ടുപോയി. പക്ഷെ അവിടെ പറഞ്ഞുകൊണ്ട് ഗത്തിൽ അതെന്ത് ചെയ്യരുത്, പ്രസിദ്ധമാക്കരുത്. പട്ടുപോയെന്നത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യരുത്, പ്രസിദ്ധമാക്കരുത് കേട്ടോ. ഞാൻ സാധാരണ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ഷെയർ ചെയ്യരുത്, ആവശ്യമില്ലാത്തൊരു ലൈക്ക് ചെയ്യരുത്, ആവശ്യമില്ലാത്തൊരു ആമയം പറയരുത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ആത്മീയത്തിന് ശൂന്യത വരുത്തുന്ന, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് വിട പറയാൻ നമ്മൾ തയ്യാറാകണം. ഹല്ലേലൂയ പറഞ്ഞേ മതി, മനസ്സിലായി? അത് മതി. സ്വതന്ത്രം. അപ്പോ 1, പീഡിതരെ സ്വതന്ത്രരാക്കണം. നുകത്തിന്റെ അമിക്കാൻ അഴിക്കണം, നുകത്തെ അഴിക്കണം, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. പിന്നെ വിരൽ ചൂണ്ടുന്നത് നിർത്തണം. കേട്ടോ, വിരൽ ചൂണ്ടുന്നത് വാക്ക് ശ്രദ്ധിച്ചോ അല്ലേ? വിരൽ ചൂണ്ടുന്നത് മറ്റുള്ളവർ നേരെ വിരൽ ചൂണ്ട് നിർത്തണം. വഷളത്വം സംസാരിക്കാൻ നിർത്തണം. നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളണം. എന്നാൽ നീ ഇത് വിളിക്കും, ഞാൻ ഉത്തരം പറയും. ഇനി അടുത്തത് 10-ാമത്തെ വാക്യം. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ വല്ലതൊക്കെ പാവങ്ങൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ഉപവസിച്ചിട്ട് അത്രയും ലാഭം ആയല്ലോ, 2 കിലോ അരി കുറഞ്ഞല്ലോ, 2 കിലോ അരിയുടെ ചെലവ് കുറഞ്ഞല്ലോ എന്നല്ല. ഉപവസിച്ചാൽ അതിൻ്റെ അന്നത്തെ ചെലവ് കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കണം. പാവങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. പട്ടിണി കിടക്കുന്നതല്ല, പാവങ്ങളെ സഹായിക്കണം. വിശപ്പുള്ളവനോട് കരുണ കാണിക്കണം. എന്നാൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. ഇരുള് മാറണോ? ഇതുള്ള കാര്യം. എന്നിട്ട് പറയുകയാണ്, നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി അതോട് ഒരു വരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. 13-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 13-ാം വാക്യം. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ, എല്ലാവരും വാക്യം എടുത്തോണേ, 58:13. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ, ആരുടെ വിശുദ്ധ ദിവസം? ദൈവത്തിന്റെ. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കാതെ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കാതെ ചെയ്യാതെ വേണം അതിനെ ബഹുമാനിക്കുമെങ്കിൽ നീ യഹോവയിൽ. കണ്ടോ, വിശുദ്ധ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കലെന്നല്ല, ഉപേക്ഷിക്കലെന്നാ. എബ്രാഹിം പറയുന്നു, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഈ ശൂന്യത ഉണ്ടാകാൻ കാരണം ഇതൊക്കെയാ. ശൂന്യത മാറണോ? ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം.
ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. ഇന്ന് പകൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യണം. അടുത്തത്, അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ. ആ വാക്യം ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. കർത്താവേ, വാഗ്ദത്തമുണ്ടല്ലോ, ദൂതുണ്ടല്ലോ, ദേശത്തെ ഉന്നതിക്കുമേൽ. ഈ കണ്ടീഷൻ ഇല്ലാതെ അനുഗ്രഹമില്ല. കണ്ടീഷൻ ഇല്ലാതെ അനുഗ്രഹമില്ല. സഭായത്തിനും വരത്തില്ല, ആരാധനയും മുടക്കും, പ്രാർത്ഥനയും വേണ്ട, ദൈവസാന്നിധ്യവും വേണ്ട, അന്യായബന്ധം അഴിക്കത്തുമില്ല, പീഡിതരെ സ്വതന്ത്രം വിടത്തുമില്ല. കാണുന്നവർ നേരെയെല്ലാം വിരൽ ചൂണ്ടിയിട്ട് ഇപ്പം കർത്താവിനെ പൊക്കി വിടുന്ന പറയാൻ നടക്കത്തില്ല, നടക്കില്ല. ദൈവാനുഗ്രഹം വേണമോ, ശൂന്യത മാറണമോ, ഇന്ന് പകൽ ദൈവത്തെ ബഹുമാനിക്കാൻ തയ്യാറാകണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിക്ക് മുമ്പോട്ട് വരിക. അത് ഇന്നത്തെ പല ശൂന്യതയുടെയും പിൻപിൽ ദൈവത്തിന്റെ കരമാണ്. ദൈവത്തോട് പറയാ, കർത്താവേ, ഞാൻ എന്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു വരുന്നു. ഉപവാസത്തോടെ, പ്രാർത്ഥനയോട്, ക്രമീകരണമായ ജീവിതത്തോടെ ഞാൻ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. അങ്ങനെ ചെയ്താൽ ശൂന്യങ്ങൾ മാറും. അടുത്ത ഭാഗം ഞാൻ വേഗം പറയാം. നിങ്ങൾ ഈ 3 ഭാഗങ്ങൾ ചിന്തിക്കുക. അപ്പൊ ശൂന്യത മാറാൻ ഏറ്റവും 3 പ്രധാന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ ഒന്ന് പറഞ്ഞ് വേഗം വരാം. ശ്രദ്ധിക്കണേ, ദൈവമക്കൾ ശൂന്യതയിൽ തുടരാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ. സ്വത്രം, ശൂന്യതയിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ശൂന്യത മാറാനുള്ള കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. നമ്മൾ പാപം ഏറ്റു പറഞ്ഞ്, നമ്മൾ ദൈവത്തോട് അടുത്ത് വന്ന്, മടങ്ങി വന്ന്, ക്രമീകരണത്തോട് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശൂന്യത ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആദ്യം തൊട്ട് പറയുന്ന ഒരു പദം പറയാം, ഒരു കുറുക്ക് വഴിയില്ല. ഇന്നിന്റെ ശൂന്യത മാറാൻ ഒരു കുറുക്ക് വഴിയില്ല. സ്തോത്രം. ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയിട്ട് ഒന്നുകൂടെ പറയുമ്പോൾ അത് മനസ്സിലായി. ഒരു രക്ഷയില്ല. എത്ര 40 ഇരുന്നാലും, എത്ര 21 ഇരുന്നാലും, എത്ര കെടുകെട്ടിയ പ്രവാചകന്മാരെ വിളിച്ച് ബന്ധനം അഴിക്കാൻ നോക്കിയാലും മാറത്തില്ല, മാറത്തില്ല. ഒറ്റ മാർഗം, എവിടെ തെറ്റിപ്പോയോ അവിടെ മടങ്ങി വരിക. അപ്പൊ ശൂന്യത മാറണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ശൂന്യതകൾ മാറ്റിയ ദൈവത്തെ കാണാൻ പറ്റും. സ്തോത്രം. ജീവിതത്തിന്റെ മേഖലകളിൽ വ്യക്തിപരമോ കുടുംബപരമോ സമൂഹപരമോ ആയിട്ടുള്ള ശൂന്യങ്ങളിൽ ദൈവമക്കൾ, കുടുംബങ്ങൾ, സാഹചര്യങ്ങൾ കടന്നുപോയപ്പോ ശൂന്യത മാറ്റി ഏറ്റവും പ്രധാനമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ്. ആ ഭാഗം ഒന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ ഞാൻ തുടങ്ങി അവസാനിപ്പിക്കും. ബാക്കി അടുത്ത ദിവസങ്ങളിൽ പറയും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്തത്, ഭൂമി പാഴായും ശൂന്യമായും, കേട്ടോ, became, ശൂന്യമായി തീർന്നു എന്ന് നമുക്കറിയാം. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ വായിക്കും, മലയാളത്തിൽ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പാഴും ശൂന്യമായി തീർന്നു എന്നാണ്. ഈ 2 സെന്റൻസിന്റെ ഇടയിൽ ധാരാളം കാലങ്ങളുടെ വിടവുണ്ട്, ഗ്യാപ്പുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എത്ര വർഷമെന്ന് അറിയത്തില്ലെങ്കിലും. ഒന്നുകൂടെ പറഞ്ഞാൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ വചനം അറിയാവുന്ന നിങ്ങളോട് എല്ലാ വാക്യം പറയാതെ പറഞ്ഞു വരാം. ഇരമ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. എന്തിനാ? പാർപ്പിനായിട്ടാണ് സൃഷ്ടിച്ചത്. ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പാർക്കുവാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്ത ദൂതന്മാർ അവൻ വെട്ടി താഴെയിടപ്പെട്ടു. ആ ഭാഗം ഇടുന്നു. പാർപ്പിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആകാശം, ഭൂമി, ഇത് ഈ ഭൂമി പാഴായി മാറി. പാഴായി മാറിയ ഈ ഭൂമി, നമുക്ക് ഈ വചനം ഞാൻ ഒരിക്കലും ഓർപ്പിച്ചുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുക. പാഴായി തീർന്ന ഭൂമി, നാളുകളായി പാഴായി പോയ ഈ ഭൂമി,
ഇത് പാഴായി പോയല്ലോ എന്ന് പറഞ്ഞ് ദൈവം ഭൂമിയെ കൈവിട്ടില്ല. അതിന് പകരം മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. ഞാൻ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണേ. പാഴായി പോയതിനെ, ഇല്ലാതായി പോയതിനെ തള്ളിക്കളഞ്ഞല്ല എന്റെ ദൈവം മുൻപോട്ട് വന്നത്. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണേ. ഒരു ബ്രാക്കറ്റ് പീരീഡ് ചില മേഖലകളിൽ ശൂന്യമാകപ്പെട്ടിട്ടുണ്ടാകാം. പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ലായിരിക്കാം. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾക്ക് നന്മ ലഭിക്കുന്നില്ലാകാം. പക്ഷെ ഇന്ന് പകൽ ഈ ആത്മീക ദൂതിന്റെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ആത്മാവിൽ പറയാം, എന്റെ ദൈവം നിന്നെ കൈവിട്ടിട്ടില്ല, എന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, എന്റെ ദൈവം നിന്നെ എന്നേക്കും മാറ്റി നിർത്തിയിട്ടില്ല. ഏത് പാഴായി പോയതിനെയും രൂപപ്പെടുത്തിയെടുക്കാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ. ശ്രദ്ധിക്കണേ, ഞാൻ ഈ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണേ. ആമേൻ. ഒരു ബ്രാക്കറ്റ് പീരീഡ് പാഴായി പോയോ? നിന്റെ തലമുറകൾ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകുന്നില്ലല്ലോ, എന്റെ ജീവിത മേഖലകൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകുന്നില്ലല്ലോ, കർത്താവേ പാഴായി പോയോ എന്ന് നീ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, പാഴായി പോയ ചിലതിനെ റീക്രിയേറ്റ് ചെയ്യാൻ. ആ പദം ഞാൻ ആവർത്തിക്കുന്നു, റീക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും. റീക്രിയേറ്റ് ചെയ്യും. ദൈവത്തിന്റെ പദ്ധതി പാഴായി പോയതിനെ തട്ടിക്കളയുകയല്ല. നമ്മളെന്താ ചെയ്യുന്നേ? ഒന്നിനെ കുറിച്ച് നോക്കി ഫലമില്ലെങ്കിൽ, പ്രയോജനമില്ലെങ്കിൽ ഇന്നേക്കുമായി നമ്മൾ നിർത്തും. നമ്മളൊരു വൃക്ഷത്തൈ നട്ടു, നമ്മൾ ഫലം പ്രതീക്ഷിച്ച് നട്ടു, അത് കുറേ കാലമായി ആഗ്രഹിച്ച സമയത്തൊന്നും അത് ഫലം കായ്ച്ചില്ല. ആഗ്രഹിക്കുന്നത് പോലെ അതിന് ഫലം തന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് അതിനെ വെട്ടിക്കളയുക എന്നുള്ളതേ ഉള്ളൂ. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അവൻ ഒരാണ്ടും കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയ ദൈവസ്നേഹമൊന്നും നമുക്ക് പലപ്പോഴും ഇല്ല. വേണമെങ്കിൽ 1-2 വർഷമൊക്കെ നോക്കും. എൻ്റെ അപ്പ എന്നെ എത്ര വർഷം കൂടെ ദൈവം നിർത്തിയേക്കുക അല്ലെ, എത്ര വർഷം കൊണ്ട് നിർത്തിയേക്കുക. വെട്ടിക്കളയാൻ അവൻ സകല വിധത്തിലും അവൻ അതേ എനിക്ക് യോഗ്യതയുള്ളൂ, പക്ഷെ എൻ്റെ അപ്പൻ എന്നെ വെട്ടിക്കളയാൻ. അച്ഛാ, അമ്മാമേ, കുഞ്ഞെ ഓർത്തെ, വെട്ടിക്കളയേണ്ട എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായി. ഫലമുള്ളത് കൊണ്ട് നിർത്തിയതല്ല. ദൈവത്തിന് വീണ്ടും നമ്മിലൊരു പ്രതീക്ഷയുണ്ട്. ആമേൻ. പോട്ടെ. ഞാൻ പറഞ്ഞത് ഫലമില്ലെങ്കിൽ വെട്ടിക്കളയുക. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ കാലം എന്തിനാ നിലത്തെ നിഷ്ഫലമാക്കുന്നത്? കേട്ടോ, നിഷ്ഫലമാക്കുന്നത് എന്ത്? അപ്പോ ഒന്നിന് ഫലമില്ലെങ്കിൽ വെട്ടിക്കളയുക, അതിനെ ഇല്ലാതാക്കുക. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ചിന്തിക്കുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ശ്രദ്ധിക്കണേ. പാഴായി പോയ, ശൂന്യമായി പോയതിനെ, ഇല്ലാതായി പോയതിനെ അവൻ എന്നേക്കുമായി മുടിക്കുകയല്ല. കേട്ടോ, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒരു പിന്മാറ്റത്തിലേക്ക് പോയി, ഒരു ബ്രാക്കറ്റ് പീരീഡ് ദൈവഹിതമല്ലാത്തതിലേക്ക് പോയി, ഒരു ബ്രാക്കറ്റ് പീരീഡ് ആത്മീയ ജീവിതത്തിൽ നിന്ന് അല്പം പുറകോട്ട് പോയി. അതുകൊണ്ട് നിന്നെ എന്നേക്കും തള്ളുന്നവനല്ല. ഇന്ന് പകൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാ, ഇളയ മകന് വേണ്ടി അവൻ അപ്പൻ അവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന പോലെ ഇന്ന് പകലും കർത്താവിന് നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പദ്ധതിയുണ്ട്. എനിക്കറിയാം, ഇന്ന് പകൽ ഈ ദൂരെ കേൾക്കുമ്പോൾ ചിലതിനോട് പരിശുദ്ധാത്മാ പറയുന്നു, അവൻ ഒരുപക്ഷെ മറ്റുള്ളവർ നിന്നെ തള്ളി മാറ്റിയേക്കാം, മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ച് മാറ്റിയേക്കാം. പക്ഷെ ഇന്ന് പകലും ആത്മാവ് പറയുന്നു, നിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ, നിന്നെ റീസ്റ്റോർ ചെയ്യാൻ. പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ എന്റെ കർത്താവിന്റെ പദ്ധതിയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പാഴായി പോയി, പാഴായി പോയി, പാഴായി പോയി, ശൂന്യമായി പോയി, പാഴും ശൂന്യമായി മാറി. ഞാൻ പറഞ്ഞല്ലോ, പാഴും ശൂന്യമായി മാറി. അടുത്തൊരു പദമുണ്ട്, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. കണ്ടോ? എന്തുണ്ട്? ഇരുള്. അപ്പോൾ പാഴായി, ശൂന്യമായി എന്ന് മാത്രമല്ല, അവിടെ വ്യാപരിക്കപ്പെട്ടത് എന്താണ്? ഇരുളാണ്, അന്ധകാരമാണ്. സ്തോത്രം. ഒന്നിനും പ്രതീക്ഷയില്ലാതെ സകലതും ഇരുളടഞ്ഞു പോയ മേഖലകൾ. എത്ര പേർ ഇന്ന് പകൽ ഈ ദൂത് തിരിച്ചറിയുന്നുണ്ട്?
ആമേൻ, ആമേൻ. എനിക്കറിയാം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലതോട് പറയുക, നിന്റെ മുമ്പിൽ സകലതും ഇരുളടഞ്ഞിരിക്കുകയാണെങ്കിലും, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെങ്കിലും, സകലതും ശൂന്യമെന്ന് നിന്റെ മുമ്പിൽ നീ ചിന്തിക്കുന്നെങ്കിലും, ദൈവാത്മാവ് പറയുന്നു, ആഴത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട്, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ നോക്കിക്കേ, പാഴായിപ്പോയ, ശൂന്യമായി പോയ ഭൂമി, വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ഭൂമി, ഇരുള് വ്യാപരിക്കപ്പെട്ടിരിക്കുന്ന ഭൂമി. പക്ഷേ അവിടെ വായിക്കുന്നു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, അതിന്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ, അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയാൽ പോരുന്നിരുന്നെന്ന, ആടയിരുന്നെന്ന. എന്നുവെച്ചാൽ കോഴിമുട്ട നമ്മൾ എടുത്ത് വെച്ച് കോഴി അതിന്റെ മുകളിൽ 21 ദിവസം ആടയിരിക്കുന്നത് പോലെ. സ്തോത്രം. ആമേൻ, ആമേൻ. പോരുന്നിരുന്നെന്നാ വായിക്കുന്നത്. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? ആ വാക്ക് അങ്ങനെ പറഞ്ഞു, പോരുന്നിരുന്നു. എന്താ? നിന്നെ തകർക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. ഒരു ബ്രാക്കറ്റ് പീരീഡ് നീ ശൂന്യമായി, ശരിയാ. നിന്റെ വിഷയം ഒരു ബ്രാക്കറ്റ് പീരീഡ് പാഴായി പോയി, ശരിയാ. പക്ഷെ ആത്മാവ് നിന്നെ വിട്ടിട്ടില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ആത്മാവ് നിന്നെ വിട്ടിട്ടില്ല കേട്ടോ. ആത്മാവ് പോരുന്നിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മസാന്നിധ്യം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ഒരു കാര്യം ഗ്യാരണ്ടി പറയാ, എന്നേക്കും അത് ശൂന്യമായിരിക്കില്ല, എന്നേക്കും അത് പാഴായിരിക്കില്ല. ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ ഇരുള് മാറും, വെള്ളം മാറും, ഭൂമി വെളിപ്പെട്ടു വരും. എത്ര പേർ വിശ്വസിക്കുന്നു? 2023 പല ദിനങ്ങൾ നിന്റെ മുമ്പിൽ ശൂന്യതയായിരുന്നെങ്കിൽ, 2023 പല മേഖലകൾ നിന്റെ മുമ്പിൽ പാഴായി പോയെങ്കിൽ, മാസങ്ങൾ ദിവസങ്ങൾ നിന്റെ മുമ്പിൽ പാഴായി പോയെങ്കിൽ, നീ പരിശ്രമിച്ച പലതും പാഴായി പോയെങ്കിൽ, നീ ട്രൈ ചെയ്ത പലതും ശൂന്യമായി പോയെങ്കിൽ, ഇന്ന് പകൽ ഈ ദൂത് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം നൽകി. 24ലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പൊട്ടിമുളപ്പുകൾ നിനക്ക് വേണ്ടി ദൈവം നൽകാൻ പോകുക. പാഴായി പോയ, ശൂന്യമായി പോയ ചില മേഖലയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനത്തിന്റെ ചലനം വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ കരമടിച്ച് ആത്മാവിനെ ദൂതിനെ സ്വീകരിക്കാൻ മനസ്സ് വെച്ചു. പാഴായി പോയ ചിലതിന് പകരം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തിന്റെ ശൂന്യതയുടെ മുമ്പിൽ തകർന്നിരിക്കുന്ന ചിലതിനോട്, വേദനപ്പെട്ടിരിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, 24 നിന്റെ ജീവിതത്തിൽ ശൂന്യമല്ല. ആമേൻ, ആമേൻ. കുടപ്രഭേ കുഞ്ഞേ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിന്റെ പരിശ്രമം മൊത്തം ശൂന്യമായി പോയി. നിന്റെ ദിവസങ്ങളൊക്കെ വേസ്റ്റായി പോയി. ഒരുപക്ഷെ നീ നിന്നെ തന്നെ നോക്കി പറയുന്നത്, ഞാനൊരു വേസ്റ്റാണെന്ന്, ഞാനൊരു ശൂന്യമാണ്, ഞാനൊരു പാഴായി പോയോ എന്ന് ഒരുപക്ഷെ നീ പറയുന്നുണ്ടാകാം. ഇന്ന് പകൽ കർത്താവിനോട് അങ്ങനെ പറയുന്നു, നീ പാഴല്ലെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവാ. നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ പാഴല്ലെന്ന് എന്റെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബം നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്റെ മാതാപിതാക്കൾ നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്റെ വേണ്ടപ്പെട്ടവർ നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്റെ സഹപാഠികൾ നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്റെ കൂട്ടുകാർ നിന്നെ നോക്കി പറഞ്ഞു കാണും, നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ നോക്കി പറഞ്ഞു കാണും. നീ ഒരു പാഴായി പോയി, നിന്റെ ജീവിതം ശൂന്യമായി പോയി. പക്ഷെ ഇന്ന് പകൽ ദൈവം പറയുന്നു, ആ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ കാൽപാദം വെക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ഈ ദൂതിനെ സ്വീകരിച്ച് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കോ. യെസ്, ഇന്ന് പകൽ ഈ ദൂത് പറയാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ യെശയ്യാ 58
പറയാനുണ്ടെങ്കിലും ആ ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഈ ദൂതിലേക്ക് പ്രവേശിച്ചത് എന്നോട് ഇന്ന് പകൽ ഈ ദൂത് പറയാൻ ശക്തമായി ദൈവാത്മാവ് ഒരു പ്രേരണ നൽകിയതുകൊണ്ട് ആത്മാവ് പറയുന്നു, പാഴായി പോയ ചിലതിനോട്, ശൂന്യമായി പോയ ചിലതിനോട്, ആമേൻ, സ്തോത്രം, വേസ്റ്റ് എന്ന് പറയുന്ന ചിലതിനോട് ഇന്ന് പകൽ ദൈവം പറയുന്നു, ശൂന്യമായി പോയ ചിലതിന് പകരം നന്മയുടെ ചില പൊട്ടിക്കിളിർപ്പുകൾ എന്റെ കർത്താവിന് ചെയ്യാനുണ്ട്. ഒത്തിരി വിശദമായി ഈ ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കണമെന്നാണെങ്കിലും ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ വേഗം അവസാനിപ്പിക്കാം, സമയത്തിന് പരിധിക്കൊണ്ട്. ശ്രദ്ധിക്കണേ, സ്തോത്രം. ആഴത്തിന്റെ മീതെ ദൈവം വീരുള് വ്യാപരിച്ചു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നിരുന്നു. അവൻ നോക്ക്, സ്തോത്രം, സകല പ്രതീക്ഷകളും അസ്തമിച്ച്, സകല പാപ ആഗ്രഹങ്ങളും അവസാനിപ്പിച്ച്, ആമെ പാഴായി പോയല്ലോ, ശൂന്യമായി പോയല്ലോ, ഇനി ഇതിനകത്ത് നിന്നൊരു ഫലമുണ്ടാകില്ലല്ലോ എന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് നിരാശയോടെ നിൽക്കാനല്ല ദൈവത്തിന് ആത്മാവ് ഇന്ന് പകൽ ഈ ദൂത് കൈമാറുന്നത്. ഇന്ന് പകൽ പറ, ഇല്ല, തീർന്നിട്ടില്ല. പറഞ്ഞു, ദൈവത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, അവസാനിച്ചിട്ടില്ല. ദൈവത്തിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. ദൈവത്തിന്റെ പദ്ധതികൾ അവസാനിച്ചിട്ടില്ല. അത് പാഴായി തീരുകയില്ല, അത് ശൂന്യമായി അവസാനിക്കുകയില്ല. ജീസസ്, 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 ജീസസ്. ഇന്ന് പകൽ ഈ ദൂത് ഞാൻ പറയുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുക, ലഭ്യമാകത്തില്ലെന്നും വേസ്റ്റായി പോയെന്നും, എൻ്റെ വിദ്യാഭ്യാസം വേസ്റ്റായി, എൻ്റെ അധ്വാനം വേസ്റ്റായി, എൻ്റെ തലമുറ ഞാൻ വളർത്തിയത് വേസ്റ്റായി, എൻ്റെ ആമേസ്തോത്രം, എൻ്റെ പരിശ്രമങ്ങൾ വേസ്റ്റായി, എൻ്റെ ഉപവാസം വേസ്റ്റായി, എൻ്റെ പ്രാർത്ഥന വേസ്റ്റായി പോയി എന്ന് നീ വേദനിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, നെവർ, 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 നെവർ. അത് വേസ്റ്റ് അല്ലെന്ന് തെളിയിക്കാൻ പോകുക, അത് വേസ്റ്റ് അല്ലെന്ന് തെളിയിക്കാൻ പോകുക. ദൈവത്തിന്റെ കാൽപാദം, ദൈവത്തിന്റെ കാൽപാദം നിന്റെ വിഷയത്തിനകത്ത് ഇന്ന് പകൽ ഇറങ്ങി വരുന്നത് ആത്മാവിൽ കണ്ടാരാധിക്കാൻ തുടങ്ങട്ടെ. Jesus, 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 Jesus. നിന്റെ ഹോപ്പ് എന്താണെന്നറിയോ? നിന്റെ പ്രതീക്ഷ എന്താണെന്നറിയോ? നിന്റെ പ്രതീക്ഷ എന്താണെന്നറിയോ? ആത്മാവ് പോയിട്ടില്ല. ആത്മാവ് വെള്ളത്തിന്റെ മീതെ ഉള്ളിടത്തോളം കാലം, ആത്മാവ് വെള്ളത്തിന്റെ മീതെ പൊരുതിരിക്കുന്നിടത്തോളം കാലം, ഒരു ബ്രാക്കറ്റ് പീരീഡ് ശൂന്യമായി കിടന്നാലും ആമേൻ, ആമേൻ. മറ്റൊരു ഭാഗവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇതോട് ചേർത്ത് ഞാനങ്ങ് പറയാം. ഇയ്യോബ് 14 വായിക്കുന്ന, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിടക്കും, അതിൻ്റെ വേര് മണ്ണിൽ കെട്ടുപോയാലും, ആദിഭൂമി ദ്രവിച്ചു പൊടിഞ്ഞു പോയാലും, വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഇന്ന് പകൽ പറ, എത്ര പഴകിയ വിഷയമാണെങ്കിലും, എത്ര പാഴായി പോയതാണെങ്കിലും, എത്ര പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതാണെങ്കിലും, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം അതിനകത്ത് വ്യാപരിക്കപ്പെടാൻ തുടങ്ങിയാൽ ആമേൻ, 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 ആമേൻ. ഇളങ്കൊമ്പുകൾ വിടും, ചില പുതിയ നാമ്പുകൾ പുറപ്പെടും. ഞാൻ ഒന്നുകൂടെ കൺഫേം ആയി പറയാ, 2024 നോക്കി പരിശുദ്ധാത്മാവ് ചിലതിനോട് പറയാൻ പറയുന്നു, ചില പുതിയ നാമ്പുകൾ പൊട്ടിപ്പുറപ്പെടാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, നിയോഗത്തോടെ ഞാൻ ഈ ദൂതേറ്റെടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പുതിയ നാമ്പുകൾ പൊട്ടിക്കിളിർക്കാൻ,
പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മേഖലകളിൽ ചില ദൈവപ്രവൃത്തി സംഭവിക്കാനുള്ള സമയമായി. ഇന്ന് പകൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് പരിതപിക്കണ്ട, പാഴായി പോയതിനെ ഓർത്ത് നീ വേദനിക്കണ്ട, ശൂന്യമാകപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് നീ നെടുവേർപ്പെടണ്ട. ഗ്യാരണ്ടിയാ ഞാൻ പറഞ്ഞു, ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്, ആത്മാവ് പരിവർത്തിക്കുന്നുണ്ട്. മുട്ടയുടെ മുകളിൽ കോഴി ഇരിക്കുന്നിടത്തോളം ഒരു പ്രതീക്ഷയുണ്ട്. 21 days കഴിയുമ്പോൾ പൊട്ടി പുറത്തു വരും. ഇന്ന് പകൽ പറ, ഞാൻ പ്രതീക്ഷ വിട്ടിട്ടില്ല. പറഞ്ഞോ, ഞാൻ പ്രതീക്ഷ വിട്ടിട്ടില്ല. എനിക്കൊരു ഹോപ്പുണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ലോകം മുഴുവൻ ശൂന്യമായെന്ന് പറഞ്ഞാലും, ലോകം മുഴുവൻ പാഴായി പോയെന്ന് പറഞ്ഞാലും, എല്ലാ സാഹചര്യവും പ്രതികൂലമായാലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ആമേൻ, 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 ആമേൻ. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പോരുന്നിരുന്നു. എത്ര നാൾ പോരുന്നിരിക്കും? വിടുതൽ കിട്ടുന്നത് വരെ, പാഴായി പോയത് ചേഞ്ച് ആകുന്നത് വരെ, ഞാൻ അതിനെ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യുന്നത് വരെ, നിന്റെ ഇന്നലകളുടെ അനുഭവങ്ങളിലേക്ക് റീസ്റ്റോർ ചെയ്യുന്നത് വരെ, നഷ്ടപ്പെട്ട മേഖലയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വരെ. ഇതുമൊക്കെ ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥന തുടർന്നു. കരച്ചിൽ കുറയരുത്, പ്രാർത്ഥന കുറയരുത്. തിരികെ കിട്ടുന്നത് വരെ പ്രാർത്ഥന കുറയരുത്. റീക്രിയേറ്റ് ചെയ്യുന്നത് വരെ പ്രതീക്ഷകൾ കളയരുത്. Man, praise the Lord, praise the Lord, praise the Lord. സാഹചര്യം മുഴുവൻ പ്രതീക്ഷകൾ അസ്തമിച്ചാലും, സകലതും പാഴായി പോയാലും, ഒരിലയും ഇല്ലെങ്കിൽ, നിങ്ങൾ ഈ വെള്ളം ഭൂമി മുഴുവൻ എന്ത് ചെയ്തിരിക്കുക? വെള്ളം നിറഞ്ഞിരിക്കുക. നിങ്ങൾ നോക്ക്, വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. വർഷങ്ങൾ ഈ വെള്ളം ഭൂമിയിൽ നിറയ്ക്കുക. നിങ്ങൾ നോക്കിക്കേ, നമുക്കറിയാം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മുടെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം ഒരു 2 ദിവസം കയറി. അതങ്ങ് പോയാൽ പോലും അവിടെ നിന്ന് വാഴയും ചേമ്പും എല്ലാം എന്ത് ചെയ്യും? പോയി, അല്ലേ? നിങ്ങൾ നോക്കിക്കേ, വർഷങ്ങളായി ഈ ഭൂമിയിൽ വെള്ളം കെട്ടി നിൽക്കുക എന്ന് വെച്ചാൽ സകലതും ഇല്ലാതായി, സകലതും പാഴായി. ഇന്ന് പകൽ ഞാൻ ഈ പറയുന്നത് ദൂത് കേൾക്കുന്നുണ്ടോ? സകലതും ശൂന്യമായി പോയി. വെള്ളം കയറി കിടക്കുമ്പോ പൊരുന്നിരിക്കുക ആത്മാവ്. ഞാൻ ഈ ആത്മാവിനോട് ചോദിക്കുക, എന്താ ആത്മാവേ ഇങ്ങനെ പൊരുന്നിരിക്കുന്നേ? ആത്മാവ് പറയും, എന്നും ശൂന്യമായി കിടക്കാൻ, നിത്യശൂന്യമായി കിടക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നും നിത്യശൂന്യമായി കിടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് പകൽ ചില വിഷയത്തെ നോക്കി ദൈവാത്മാവ് പറയുന്നു, എന്നും നീ കണ്ണീര് കുടിക്കാൻ ദൈവം അനുവദിക്കില്ല. എന്നും ആ വിഷയം ശൂന്യമായി കിടക്കാൻ ദൈവം അനുവദിക്കില്ല. എത്ര ദൈവമക്കളെ വിശ്വസിക്കുന്നു? ആ ദൂത് ഇങ്ങനെ നിൽക്കട്ടെ, ബാക്കി ഞാൻ ഒരുമിച്ച് പറയാം. പിന്നീട് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാം കണ്ടു പറയട്ടെ. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ശൂന്യത ദൈവം മാറ്റും. എല്ലാം കണ്ടുപറയും. ഇത് ചുമ്മാ കേട്ടിരുന്നാൽ ഫലമൊന്നും കിട്ടില്ല. വചനമായി അതിനെ സ്വീകരിക്കണം. ഇത് വചനം കേൾക്കുമ്പോൾ ചിലപ്പോൾ കൈ അടിച്ചെന്ന് വരും, ഹല്ലേലൂയ പറ. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് അരോചകമായിരിക്കും. കാരണം അവർക്ക് ഈ വചനമൊന്നും വേണ്ട, അവർക്ക് ബാക്കിയെല്ലാം ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ വചനം കേൾക്കുന്നവർ പ്രതികരിച്ചുകൊണ്ടിരിക്കണം. വചനം കേൾക്കുന്നവർ അതിനെ സ്വീകരിക്കണം. ഇന്ന് പകൽ ആ വചനത്തെ വചനമായി സ്വീകരിച്ചേ. അങ്ങനെ വായിക്കുന്നത്, വിശ്വാസമായി പരിണമിക്കായ നിമിത്തം
കേട്ട വചനം അവർക്ക് ഉപകാരമായി. ഈ വേദന കേട്ടോണ്ട് കാര്യമൊന്നുമില്ല, പിന്നെ എന്താണ് പറയണം? അത് ഉപകാരമാണോ എഴുതിയണം. അത് വിശ്വസിക്കണം. ഞാൻ എന്താ പറഞ്ഞേ? ഇന്ന് പകൽ ഈ വചനം വിശ്വസിച്ചോ. ഞാൻ എല്ലാ ദൂതിന്റെ അവസാനം 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ തരുന്നത് വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ. വചനം വിശ്വസിച്ച് ഏറ്റുപറയാൻ വേണ്ടിയാ. എല്ലാ കണ്ണുമടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ശൂന്യത ദൈവം മാറ്റും. എന്റെ ശൂന്യങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും. പാഴായെന്നും ശൂന്യമായെന്നും ചിന്തിക്കുന്ന ചിലതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കരം ചലിക്കും. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ പ്രാർത്ഥിച്ചു. 2024 ശൂന്യമല്ല. നാളുകളായി, വർഷങ്ങളായി മൂടപ്പെട്ട് കിടക്കുന്ന ചില വെള്ളം ഒരു ഭാഗത്തേക്ക് മാറാൻ പോവാ. വെള്ളം ഒരു ഭാഗത്തേക്ക് മാറാൻ പോവാ. ഉണങ്ങിയ നിലം വെളിപ്പെടാൻ പോവാ. ഇരുള് മാറി വെളിച്ചമാകാൻ പോകുക. വിശ്വസിച്ചോ? ബാക്കി ഇത് ഞാൻ അടുത്ത ആഴ്ച പറയാമെങ്കിലും ആ ദൂത് ഒന്നുകൂടെ ആവർത്തിക്കുക. ഈ 23-ന്റെ അവസാന ദിവസം പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ നോക്കി ആത്മാവ് പ്രവചനാത്മാവിൽ കൈമാറുന്നു. 2024 മൂടപ്പെട്ട് കിടക്കുന്ന ചില വെള്ളം മാറാൻ പോവാ. ഉണങ്ങിയ നിലം വെളിപ്പെട്ട് വരാൻ പോകുക. ചില നിത്യശൂന്യങ്ങൾ മാറാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരു നിമിഷം കരമടിച്ച് ആത്മാവിൽ ആ ദൂതിനെ ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കുന്നു. നാളുകളായി മൂടപ്പെട്ട് കിടക്കുന്ന, മറയപ്പെട്ട് കിടക്കുന്ന ചിലതിനെ ഇന്ന് പകൽ ഒരു ഭാഗത്തേക്ക് മാറ്റി 2024 ശൂന്യതകൾക്ക് പരിഹാരമായി, പാഴായി പോയതിന് പരിഹാരമായി ഒരു ദൈവപ്രവൃത്തിയുടെ പുത്തൻ മുളപ്പുകൾ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തികളിൽ ദൈവം പുറപ്പെടുവിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദൂതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട്, ആലയത്തിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ ജനത്തിന്മേൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നാമം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന്റെ മഹത്വം അർപ്പിക്കട്ടെ. ഹല്ലേലൂയ.